ഭയം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന്റെ ഹൃദയം ഉണ്ടെന്ന് പറയുമ്പോൾ ഈശോ വ്യക്തിയാണ്. ഈശോയ്ക്ക് ഫീലിങ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് മിണ്ടാതെ പോയാൽ, ചിരിക്കാതെ പോയാൽ, നിങ്ങൾ തന്നെ ഓർത്ത് നോക്കി, ആരെങ്കിലും ചിരിക്കാതിന്റെ വിഷമം നമുക്കുണ്ടോ? എല്ലാത്തിനും പറഞ്ഞതിന്റെ വിഷമം നമുക്കുണ്ടോ? ഇതുപോലെ തന്നെ ഈശോയ്ക്ക് ഫീലിംഗ്, ഈശോക്ക് അത് നമ്മൾ നോക്കും. ഈ നമ്മളിപ്പോ കണ്ട വചനത്തിന്റെ അവിടെ തന്നെ വരുന്നത് 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ദിവസത്തിൽ പറയും, എഫെസോസിന്റെ സഭയോട് പറയും, നീ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ നല്ലതാണ്, നീ ഒരുപാട് ദീർഘക്ഷമയുള്ളവരാണ്, സഹനങ്ങളൊക്കെ സഹിച്ചതാണ്, അതൊക്കെ പറഞ്ഞിട്ട് പറയും. എങ്കിലും എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. 2:4 പറയും, നിനക്ക് എന്നോട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ശരിക്കും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, നിനക്ക് സ്നേഹം കുറവാ. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം, എനിക്ക് എന്തൊരു ആദ്യം സ്നേഹം ഉണ്ടായിരുന്നു അറിയത്തില്ല, ഇപ്പോഴായിരിക്കും കുറച്ച് സ്നേഹം വന്നത് നമ്മളോട്. അത് അപ്പൊ ഈശോ പറയും, ഇത്ര സ്നേഹം പോരാ. ഈശോയ്ക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഈശോയുടെ ഒരു ബന്ധം വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതം നമുക്ക് ഇതൊക്കെ രസമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മളിതിന് കുറെ നാളൊക്കെ പ്രാർത്ഥിക്കും, അത് നമ്മൾ നടത്തി ബന്ധം. ഇപ്പൊ ഈ പറയും, ലവ് കനോട്ട് ബി കണ്ടിന്യൂഡ് ഇൻ ദ സെയിം ഫീൽഡ്. ഒരേ അളവിൽ സ്നേഹം തുടരാനായിട്ട് പറ്റില്ല, ഒന്നിലത് കൂടും അല്ലെങ്കിൽ കുറയും. ഈശോയുള്ള ആത്മബന്ധം വർദ്ധിച്ച് വരുന്നില്ലെങ്കിൽ അത് വ്യക്തിബന്ധം, ഇപ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധമായാലും അങ്ങനെ തന്നെ, ഒന്നിലത് കൂടും അല്ലെങ്കിൽ കുറയും. ഒരേ അളവിലൊക്കെ തുടരും. 10 വർഷം മുമ്പുണ്ടായിരുന്ന സ്നേഹമാണ് നമുക്കിപ്പോൾ ഉള്ളത്, അത് ഉണയാണ്, സംഭവിക്കാൻ പറ്റില്ല. സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു 13 വർഷം മുമ്പ് എൻ്റെ ഇത് അടുത്തുള്ളൊരു കല്യാണത്തിന് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ നാളുകൾ 2-3 മാസം മുമ്പ് അവരെന്നോട് പറയാം. അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ അവർ ഇനി ഭയങ്കര സ്നേഹിച്ച് വിവാഹിതരായിരുന്നു. അപ്പൊ ആള് പറയുകയാണ്, ഇനി ഇതിൽ കൂടുതൽ എന്താ സ്നേഹിക്കാന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. സ്നേഹം നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നാണ് വിചാരിച്ചത്. 13 കൊല്ലം കഴിയുമ്പോൾ പറയുകയാണ്, അല്ല, സ്നേഹത്തിന് വേറെ ഒരുപാട് തലങ്ങളുണ്ട്, സ്നേഹം വളരുന്നതാണ്. എന്നാൽ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ അങ്ങനെയാണെങ്കിൽ അത് തന്നെയൊക്കെ എല്ലാ ബന്ധങ്ങളിലും, ഈശോയുടെ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വലത് കൈ ഉയർത്തിയിട്ട് ഹല്ലേലൂയ, 3 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കണം എന്ന ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാണ്. നമ്മൾ ഈശോ നമ്മളെ സ്നേഹിക്കണം, നമുക്ക് ഓരോന്ന് തരണം നമ്മൾ ആഗ്രഹിക്കാം. അത് സ്നേഹമല്ല. ശരിക്കും നമുക്ക് ഈശോയുടെ സ്നേഹം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈശോയോട് ഒന്നും ചോദിക്കില്ലെന്ന് മാത്രമല്ല, അതെങ്ങനെ നമുക്ക് ശരിക്കും സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാണ്. നമുക്ക് സ്നേഹം ശരിക്കും നമുക്ക് ഒരാളോടോ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കുള്ള നമ്മൾ ഫീൽ ചെയ്യുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കാം. നമുക്ക് ഈശോയോട് അങ്ങനെയാണ്, എനിക്ക് ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വരുന്നിടത്താണ് നമുക്ക് ഈശോയുടെ സ്നേഹം, നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത്, ഈശോയുടെ സ്നേഹം അറിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഴപ്പെട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്കൊരു ഈശോയുടെ തിരുശരീരങ്ങളുടെ ആ ഓർമ്മ, അതിന്റെ ഒരു ഇത് ഈശോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മക്കളെ. ഈശോ പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ഇപ്പൊ നമ്മളെല്ലാം നമ്മുടേതായ രീതിയിലാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈശോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ ആദ്യം ഈശോ നമ്മളെ എങ്ങനെ സ്നേഹിച്ച് നമ്മൾ അറിയണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ നീ ഞങ്ങളെ സ്നേഹിച്ച്. നമ്മൾ എല്ലാവർക്കും അറിയത്തില്ല. നമുക്ക് പരിശുദ്ധ കുർബാനയുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഈശോ സ്നേഹിച്ചത്